Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار خالدين فيها وبئس المصير. ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم. وأطيعوا الله وأطيعوا الرسول فإن توليتم فإنما على رسولنا البلاغ المبين. الله لا إله إلا هو وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون. إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم. عالم الغيب والشهادة العزيز الحكيم. بسم الله الرحمن الرحيم. يا أيها النبي إذا طلقتم النساء فطلقوهن لعدتهن وأحصوا العدة واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله
ذلكم يوعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا واللائي يئسن من المحيض من نسائكم إن ارتبتم فعدتهن ثلاثة أشهر واللائي لم يحضن وأولاة الأحمال أجلهن أن يضعن حملهن ومن يتق الله يجعل له من أمره يسرا ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശവ്വാലിന്റെ ആദ്യ ദിനത്തിൽ അഥവാ ചെറുപെരുന്നാൾ ദിനത്തിലാണ് നാം ഏവരും ഉള്ളത്. ഈ സന്തോഷ സുന്ദര സുദിനത്തിൽ എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ ഖത്മുൽ ഖുർആൻ മജ്ലിസിലുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരുടെയും അവരുടെ കുടുംബത്തിന്റെയും ഒക്കെ സ്നേഹം നിറഞ്ഞ ചെറുപെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹുൽ അഅമാൽ. ഈദ് മുബാറക് നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നുമുള്ള എല്ലാ സ്വാലിഹായ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. തഖബ്ബലല്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. മിന്നാ, എന്നിൽ നിന്നും, വമിൻകും, നിങ്ങളിൽ നിന്നും. എന്തിനെ സ്വീകരിക്കട്ടെ? സ്വാലിഹൽ അഅമാൽ, സ്വാലിഹായ അമലുകൾ അള്ളാഹു സ്വീകരിച്ച് ഇഹത്തിലും പരത്തിലും നമുക്ക് അള്ളാഹു ധാരാളം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നീണ്ട കേരളക്കാരുടെ അല്ല ഇന്ത്യക്കാരുടെ നീണ്ട 29 വർഷത്തെ വൃതാനുഷ്ഠാനം, ഗൾഫിലുള്ളവരുടെ 30 ദിവസത്തെ വൃതാനുഷ്ഠാനം, ആ വൃതാനുഷ്ഠാനങ്ങൾക്കും തറാവീഹ് നമസ്കാരത്തിനും ഒക്കെ പരിസമാപ്തി കുറിച്ച് നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധമായ ശവ്വാൽ. ആ ശവ്വാലിന്റെ ഇന്നലെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കിയവരുണ്ടാകാം. ഇന്നത്തെ പകലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ കൊണ്ടൊക്കെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മളെ മേൽ നിർബന്ധമായ ഇബാദത്താണ് ഫിത്ർ സക്കാത്ത് എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടുക എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നീക്കി വെക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. ഇത് എൻ്റെ ഫിത്ർ സക്കാത്താണ്, ഇത് എൻ്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്താണ്, ഇത് എൻ്റെ മക്കളുടെ ഫിത്ർ സക്കാത്താണ് എന്നിങ്ങനെ ഫിത്ർ സക്കാത്ത് അത് ആ നിയ്യത്ത് വെച്ചിട്ട് വേണം കൊടുക്കാൻ. പാവപ്പെട്ടവരെ നോക്കി തന്നെ നമ്മൾ കൊടുക്കണം. പക്ഷെ ചില ആളുകൾ അയൽവക്കക്കാർക്ക് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ഇപ്പോഴും അയൽവക്കക്കാർക്ക് കൊടുക്കും. പക്ഷെ അയൽവക്കക്കാർ അത് വാങ്ങാൻ അർഹരല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫക്കീറോ മിസ്കീനോ കടക്കാരനോ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുത്ത സക്കാത്ത് വിടൂല. അപ്പൊ അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ സദക്കയായിട്ട് അവർക്ക് അരി കൊടുക്കാം. പക്ഷെ പാവപ്പെട്ടവരെ കണ്ടിട്ട് വേണം നമ്മൾ ഫിത്ർ സക്കാത്തിന്റെ കിറ്റ് കൊണ്ടു കൊടുക്കാൻ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഫിത്ർ സക്കാത്താണെന്ന് പറഞ്ഞു. രണ്ടാമത് തക്ബീർ ചൊല്ലലാണ്. പരമാവധി തക്ബീർ ചൊല്ലുക. മൂന്നാമത്തേത് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക.
പെരുന്നാൾ നിസ്കാരത്തിന്റെ മുമ്പ് നമ്മൾ കുളിക്കും. അപ്പൊ ചെറുപെരുന്നാളിന് സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച് കുളിക്കലും ഇബാദത്താണ്. പുതുവസ്ത്രം ധരിക്കലും ഇബാദത്താണ്. അതുപോലെ തന്നെ ഭർത്താവുള്ളവർ മൈലാഞ്ചി ഇടലും ഇബാദത്താണ്. അതുപോലെ തന്നെ ഭർത്താവുള്ളവർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് നാട്ടിലുള്ളവരിട്ടാ ഈ മൈലാഞ്ചി ഇടലും ഇബാദത്താണ്. അതുപോലെ എല്ലാവരും കൂടി സ്ത്രീകൾ ഒരുമിച്ച് കൂടി പെരുന്നാൾ നമസ്കരിക്കുക. എങ്ങനെ പെരുന്നാൾ നമസ്കരിക്കുക? ചെറുപെരുന്നാൾ നമസ്കാരം 2 റക്അത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് അതായി ഇമാമായിട്ട് ഞാൻ നമസ്കരിക്കുന്നെന്ന് ഇമാമോട് കൂടെ ഞാൻ നമസ്കരിക്കുന്നെന്ന് മാമൂം നിയ്യത്ത് ചെയ്ത് കൈകെട്ടുക. ശേഷം വജ്ജഹത്ത് ഓതുക. അതിനുശേഷം 7 വട്ടം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുക. ഒന്നാമത്തെ റക്അത്തിൽ ഓരോ തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ ചൊല്ലുക. അതിനുശേഷം അഊദ് ഓതി ഫാത്തിഹ ഓതി സൂറത്ത് ഓതി 1 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റതിന് ശേഷം അഊദ് ഓതി ഫാത്തിഹ തുടങ്ങുന്നതിന്റെ മുമ്പ് അഥവാ എഴുന്നേറ്റ ഉടനെ തന്നെ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ കൂടാതെ വീണ്ടും ഒരു 5 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള തസ്ബീഹ് ചൊല്ലുക. ശേഷം ഫാത്തിഹ ഓതി സൂറത്ത് ഓതി നിസ്കരിച്ച് സലാം ഇട്ടുക. കുറച്ച് തക്ബീർ ചൊല്ലുക. അതിനുശേഷം പച്ച മലയാളത്തിൽ ദുആ ഇറക്കുക. ആ ദുആയിലൊക്കെ ഈ പാവപ്പെട്ടവനെയും കുടുംബത്തെയും ഉൾപ്പെടുത്താൻ ആരും മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ പെരുന്നാൾ ദിവസം നാം ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആണുങ്ങളെ പുരുഷന്മാരെ മക്കളെ ഒക്കെ പെട്ടെന്ന് നേരത്തോടെ നീപ്പിച്ച് തേച്ച് നന്നായി കുളിപ്പിച്ച് എന്ത് ചെയ്യുക, പെട്ടെന്ന് പള്ളിയിലേക്ക് പറഞ്ഞേക്കുക. നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മക്കളോട് പോകാൻ വേണ്ടി പറയണം. ഞമ്മക്ക് പെരുന്നാളാണ്, സന്തോഷമാണ്. ബിരിയാണി വെക്കുന്നുണ്ട്, നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, അല്ലെ, അത്തറിന്റെ പരിമളമുണ്ട്, പുതിയ വസ്ത്രത്തിന്റെ മണമുണ്ട്. പക്ഷെ നമ്മളെ ഉമ്മ വാപ്പ പലവരും ഖബറിലാണ്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, അവരുടെ ഖബറിൽ നമ്മൾ സന്തോഷാക്കണം, പെരുന്നാളാക്കണം. അതിന് അവരുടെ പേരിൽ ഹദിയകൾ കൊടുക്കുക, സദക്കകൾ കൊടുക്കുക, കുടുംബത്തിലുള്ളവരെ പാവപ്പെട്ടവരെ സഹായിക്കുക. അതുപോലെ അവരുടെ പേരിൽ ഹദിയകളും സദക്കകളൊക്കെ കൊടുത്തേക്കുക. അതുപോലെ തന്നെ അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറയുക. ഇങ്ങനെ അവരുടെ ഖബറിലും പെരുന്നാളാക്കി നമ്മൾ കൊടുക്കണം. നമ്മളെ മക്കള് ഭർത്താവ് ഒക്കെ വരുമ്പോ കാരണന്മാരുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്ത് വരാൻ വേണ്ടി പറയണം. അതുപോലെ ഇങ്ങനെ നേരത്തോടെ പുതുവസ്ത്രമൊക്കെ അണിഞ്ഞ് അത്തറൊക്കെ പൂശി റാഹത്തോട് കൂടി പോയി പള്ളിയിൽ നിന്ന് നന്നായി തക്ബീർ എല്ലാം പറയണം. അങ്ങനെ നമ്മൾ നല്ല അതോടുകൂടി പോവുകയും വരികയും ചെയ്യുകയാണെങ്കിൽ വഴിയോരത്തുള്ള മലക്കുകൾ നമ്മളെ ആശീർവദിക്കാനും നമുക്ക് ടാറ്റ തരാനൊക്കെ ആരുണ്ടാകും? മലക്കുകൾ വഴിയോരത്തുണ്ടാവും. അവരൊക്കെ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്നാണ്. അള്ളാഹുവിനോട് പ്രത്യേകം പൊറുക്കലിനെ ചോദിക്കും. അങ്ങനെ പെരുന്നാൾ കൊണ്ടും വിജയിക്കുന്നതിന്റെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് പെരുന്നാളായ കാരണം ഒരു ഏട് നമ്മൾ ഓതിയിട്ടുണ്ടോ. നാളെ അടുത്ത 1.5 ഏട് ഓതിയിട്ട് നമ്മളുടെ ജുസു പൂർത്തിയാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഫൗസിയ ഷെരീഫ് മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. സൈനബ സി.കെ മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിബ ഫാത്തിമ മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. ഹാഷിം സി.കെ ഹദിയ അയച്ചിട്ടുണ്ട്. സിദ്ദീഖ് വി.കെ നബീസ എന്നിവർ ഹദിയ അയച്ചിട്ടുണ്ട്. അദ്നാൻ 16 എന്ന ഐഡിയിൽ നിന്ന് ഹദിയ അയച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രിയപ്പെട്ടവരെ അയച്ച ഹദിയകളും സദഖകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഹിയത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി അല്ലാഹു അതിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികരുടെ മേഖലയിലൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദുകളെ ഹാസിലാക്കി പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അല്ലാഹു സലാമത്ത് നൽകി ഇരുലോക വിജയികൾ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എന്തോ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഈ പരിശുദ്ധമായ റമളാന് 1 മുതൽ ഇന്ന് വരെ ഹദിയ അയച്ചു തന്നവർ, അതുപോലെ ഈ മജ്ലിസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് ഹദിയ അയച്ചു തന്നവരുണ്ട്, സ്വതക്ക നൽകിയവരുണ്ട്. അല്ലാഹു എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ഈമാൻ അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഹമ്മദത്തൈൻ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة النبي سيدنا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لك الحمد يا رب يا الله يا معبود اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم أوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى أرواح السادات البدريين رضوان الله تعالى عنهم أجمعين اللهم شفعهم فينا يا أرحم الراحمين اللهم بلغهم منا السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين آمين برحمتك آمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأكوال والآفات وتقضي لنا بها من جميع الحاجات وتذكرنا بها من جميع السيئات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم نبر قلوبنا بالقرآن وزين أخلاقنا بالقرآن ونجنا من النار بالقرآن وأدخلنا في الجنة بالقرآن اللهم اجعل القرآن لنا في الدنيا قرينا وفي القبر مونسا وعلى الصراط نورا وفي الجنة رفيقا ومن النار سترا وحجابا وإلى الخيرات كلها دليلا പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്തെങ്കിലും പാകപ്പെടുന്നവന് വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ് ഇതൊക്കെ നാളെ ഞങ്ങളെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമാക്കണേ അല്ലാഹ് ഇതിനൊക്കെ മിഥില തവാബിനെ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഉപ്പയുടെ ഉമ്മയുടെ ഭാര്യയുടെ ഭർത്താവിന്റെ സന്താനങ്ങളുടെ പേരമക്കളുടെ കുടുംബാദികളുടെ സഹോദരി സഹോദരന്മാരുടെ ഉസ്താദുമാരുടെ ഞങ്ങളെ സ്നേഹിച്ചവർ ഭക്ഷണം നൽകിയ വസ്ത്രം നൽകിയവർ ഹദിയ നൽകിയവർ അല്ലാഹു ഞങ്ങളെ അഭ്യുദയ ആംശികളുടെ സ്നേഹിതന്മാർ സ്നേഹിതകൾ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു എല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹു എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളും അവരുടെ അനുചരന്മാരുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് റഹ്മാനായ
റഹ്മാനായ റബ്ബേ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അഹ്ലു ബൈത്തിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. താബിഈങ്ങളുടെ താബിഈങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്വഹാബുൽ ബദരീങ്ങൾ ഉഹദീങ്ങൾ ഖദ്ദീങ്ങൾ എല്ലാ സ്വഹാബത്തെ കിറാമിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മഹാനായ അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആരിഫീങ്ങളുടെ സുൽത്താൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹു തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഏർവാടി സുൽത്താൻ ഇബ്രാഹിം ബാദ്ശാ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖുതുബുസ്സമാൻ സയ്യിദ് മമ്പറം തലമി അലവി തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ഔലിയാക്കളുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ നാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരുപാട് ഔലിയാക്കളുണ്ട് അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞവരും അറിയാത്തവരുമായി ഒരുപാട് ഔലിയാക്കളുണ്ട് അല്ലാഹ്. അവിടെ ഹദ്റത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ ഓതിയതിനൊക്കെ മിഥില തവാബിനെത്തിക്കണേ അല്ലാഹ്. അവരുടെയും അല്ലാഹു അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. സ്വാലിഹീൻ സജ്ജനങ്ങൾ മശായിഖന്മാർ ഖൈറുൽ അഹ്ലുകാർ ശുഹദാ സിദ്ദീഖീങ്ങളൊക്കെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവർക്കൊക്കെ നിന്റെ അടുക്കലുള്ള പദവികളെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ദർജകളെ സ്ഥാനങ്ങളൊക്കെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളൊക്കെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കി തരണേ അല്ലാഹ്. ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾ പാപികളാണ് റബ്ബേ, ദോഷികളാണ് അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ കുറ്റങ്ങളുടെ ഒക്കെ ശിക്ഷയായി കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദുആന നീ തട്ടിക്കളയല്ല അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാഹ് ഞങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ സന്താനങ്ങളൊക്കെ നന്നാക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സുഹൃത്തുക്കളെ സ്നേഹിതകളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ വീട് നന്നാക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ വീട്ടിൽ റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ബറക്കത്തിന്റെ നിന്റെ മഹാന്മാരുടെ കാവലുള്ള വീടായി നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് നീ ഞങ്ങളെ ഖബൂലിയത്തുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട ഉപ്പമാറുമാർ സഹോദരി സഹോദരന്മാരെ പലവരും ചെയ്തിട്ടുള്ള ഞങ്ങളെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അറ്റാക്ക് കൊണ്ട് നെഞ്ചുവേദന കൊണ്ട് ശ്വാസം മുട്ട് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ. പല രീതിയിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് അല്ലാഹ്. ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, തൈറോയിഡിന്റെ പ്രയാസം കൊണ്ട്, അപ്പൻഡിക്സിന്റെ വേദന കൊണ്ട്, എരണിയുടെ വേദന കൊണ്ട്, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഗർഭാശയ സംബന്ധമായ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ്. മൂത്ര സംബന്ധമായ രോഗം കൊണ്ട്, കിഡ്നി സംബന്ധമായ, കല്ല് സംബന്ധമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്. നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ ചെറുതും വലുതുമായി പലവിധ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന എത്ര ഉപ്പമാർ സഹോദരി സഹോദരന്മാർ അല്ലാഹുവേ നീ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. ശിഫ നൽകണേ അല്ലാഹ്. ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുടെ റാഹത്തായി വീട് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, കുടിൽ വ്യവസായങ്ങളിൽ, കൂലിവേലകളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ധാരാളം സക്കാത്ത് കൊടുക്കാൻ, പാവപ്പെട്ടവരൊക്കെ സഹായിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയും അതിനൊക്കെയുള്ള നല്ല മനസ്സും ഒക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മക്കളില്ലാത്തവരുടെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹം നടക്കാത്തവരുടെ ഖൈറായ അണകളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാരുടെ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ലാഹിഖായ ശമ്പളം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ശമ്പളം കിട്ടാതെ, കാമ കിട്ടാതെ
കിട്ടാതെ ലൈസൻസ് കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഉംറക്ക് പോയവരുണ്ട്, അല്ലാഹു ഹജ്ജിന് പോകാൻ മനസ്സുകൊണ്ട് ഒക്കെ തയ്യാറായിരിക്കുന്നവരുണ്ട്. അല്ലാഹു അതിനുള്ള വഴികളൊക്കെ നീ അടുപ്പിച്ച് നൽകണേ അല്ലാ. അല്ലാഹു പുന്നാര ഹബീബിന്റെ റൗള സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ആ മദീന പള്ളിയുടെ പച്ചക്കുബയുടെ താഴ്വാരത്തെ ദിവസം കൊള്ളുന്ന ഹബീബിന്റെ ഹദറത്തിൽ പോയി അസ്സലാമു അലൈക സയ്യിദി യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് സലാം പറയാൻ, അവിടെ നിന്ന് മുഴുവനോളം ദുആ ചെയ്യാൻ, അല്ലാഹു പുന്നാര നബിയുടെ പള്ളിയിലൊക്കെ ഒന്ന് പോയി ഇത്തികാഫിരിക്കാൻ, അല്ലാഹു ധാരാളം നമസ്കാരങ്ങൾ നിർവഹിക്കാനൊക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പ്രിയപ്പെട്ട ഉപ്പമാർ, സഹോദരി സഹോദരന്മാർ, ഈ ദുആക്ക് ഇങ്ങനെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദുആ വസിയ്യത്ത് ചെയ്തുകൊണ്ട് കമന്റുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഖുർആൻ ക്ലാസിന്റെ ലിങ്കുകൾ അയച്ചുകൊണ്ട് ഖുർആന്റെ തീരത്തേക്ക് ആളുകളെ ക്ഷണിക്കുന്നവർ എല്ലാവരും നീ കബൂലാക്കണേ അല്ലാ. എന്തുദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ മജ്ലിസിലിരിക്കുന്നത് കബൂലാക്കണേ അല്ലാ. ഉദ്ദേശങ്ങളെ നിറവേറ്റി നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവും, നീ ശിഫാ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിവിടെ ചൊല്ലിയത് ഓതിയത് ഇതിൻ്റെയൊക്കെ മിഥിലി സവാബിന് ഞങ്ങൾ ഉമ്മ വഴിക്കും ഉപ്പ വഴിക്കും ഒക്കെ മരിച്ചു എല്ലാവരുടെയും കബറിടത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടെ കബറൊക്കെ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പ്രകാശപൂരിതമായ കബറാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വജൂഹ് ശരീഫ് കണ്ടുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിലും ഒരു വെള്ളിയാഴ്ച പകലിലും ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സക്കറാത്ത് എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളെ മരണം നന്നാക്കി തരണേ അല്ലാ. സ്വാലിഹീങ്ങൾ മരിക്കുന്നത് പോലെ മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين. മുഅ്മിനീങ്ങളെ നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും കുടുംബത്തെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ഉസിക്കും ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.